ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന് തുടക്കമായി. 121 മണ്ഡലങ്ങളിലെ 3.75 കോടി വോട്ടേഴ്സ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ്, നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായ സമ്രാട് ചൌധരി, വിജയ്കുമാർ സിൻഹ, RJDയിൽ നിന്ന് പുറത്താക്കിയ തേജ് പ്രതാപ് യാദവ് തുടങ്ങിയവർ ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുകയാണ്. 1314 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ പട്നയിൽ നിന്ന്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഗ്രാമത്തിൽ കണ്ട കാഴ്ച കുറച്ച് ഭീകരമാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ തന്നെ 100-ലധികം പേരുടെ വോട്ടൊക്കെ വെട്ടിമാറ്റി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവർ, ഒന്നല്ല 2 തവണ രേഖകൾ ഹാജരാക്കിയവർ, എന്തോ ദുരൂഹമായ കാരണത്താൽ തങ്ങളുടെ വോട്ടില്ല എന്ന് നിസ്സഹായമായി ശ്രീനാഥിനോട് പറയുകയായിരുന്നു അല്ലേ കഴിഞ്ഞ രാത്രി? തീർച്ചയായും ഇന്നലെ രാത്രി ഏതാണ്ട് 7 മണിയോടെയാണ് നമ്മൾ അവിടെ എത്തുന്നത്. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു, ഇങ്ങനെയൊരു വാർത്ത കേട്ടു, അതേക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നതാണ് എന്നതാണ് നമ്മൾ ചോദിച്ചത്. ഉടനെ തന്നെ അത് കേട്ട ആൾ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ കേട്ടതിനേക്കാൾ വലുതാണ് ഇവിടുത്തെ അവസ്ഥ, നമുക്ക് എല്ലാ വീടുകളിലൊന്ന് വേണമെങ്കിൽ കയറാം, ഞങ്ങൾ സഹായിക്കാം, നിങ്ങളൊന്ന് കയറി നോക്കൂ, എന്നിട്ട് നിങ്ങൾ സ്വയം ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞാണ് അവർ നമ്മളെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് നമ്മൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ പിന്നീട് ഗ്രാമവാസികൾ എല്ലാവരും, ഗ്രാമത്തിലെല്ലാവരും ഇറങ്ങി വന്ന് നമ്മോടൊപ്പം സഞ്ചരിച്ച് വീടാന്തരം കയറുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്. ഓരോ വീട്ടിലുള്ള എല്ലാവരുടെയും വോട്ട് കട്ട് ചെയ്തു എന്നതാണ് ആ വീട്ടുകാരൻ പറയുന്നത്. ഭാര്യയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വോട്ടുകൾ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നമാണത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രാഥമികമായി ഒരു മനുഷ്യന്, ഒരു വോട്ടർക്ക് കിട്ടേണ്ട അവകാശം നിഷേധിക്കപ്പെട്ടു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന SIR, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുകയും അത്തരം ഫോമുകളൊക്കെ തന്നെ നൽകുകയും തിരിച്ചറിയൽ രേഖകളും മറ്റുമൊക്കെ നൽകി എന്നതാണ് ആ നാട്ടുകാർ പറയുന്നത്. എന്നിട്ടും ഞങ്ങളുടെ വോട്ട് റദ്ദു ചെയ്തു എന്ന ആരോപണമാണ്, കട്ട് ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവിടെ ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ മേഖലയിൽ ചെന്നപ്പോൾ തോന്നിയത് കോൺഗ്രസിനോ അല്ലെങ്കിൽ മഹാസഖ്യത്തിന് അനുകൂലമായ കുറെ വോട്ടർമാർ അവിടെ ഉണ്ട് എന്നതാണ് അവരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഏതായാലും ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് 800-ലധികം വോട്ടർമാരെങ്കിലും അവിടെ ഉണ്ടാവേണ്ടതാണ്. അതിൽ 180-ലധികം പേരുടെ വോട്ട് റദ്ദായി എന്നതാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അത് 200-ന് മുകളിൽ ആണ് എന്നത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് എല്ലാ വീടുകളിലും ഇതേ അവസ്ഥ, ഒരാളുടെയെങ്കിലും വോട്ട് കട്ട് ചെയ്ത അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അവിടെ പോയപ്പോൾ. ഹാഷ്മി, ശ്രീനാഥ്, ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെയല്ല, അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു ഇലക്ഷന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം, ഏറ്റവും നട്ടല് എന്ന് പറയുന്നത് ഈ പറയുന്ന വോട്ടർ പട്ടികയാണ്. ഫ്രീ ആൻഡ് ഫെയർ, സംശയങ്ങളില്ലാത്ത, കറപ്റ്റഡ് അല്ല എന്ന് ജനത മനസാക്ഷിക്ക് ഉറപ്പുള്ള ഈ വോട്ടർ ലിസ്റ്റാണ്. അതിൽ ബീഹാറിലും വെട്ടുകളുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നമ്മൾ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്തോ കാരണത്താൽ ഒഴിവാക്കപ്പെട്ട ഒരുപാട് പേരെ നമ്മൾ കാണുന്നുമുണ്ട്. യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കെ ഒന്നാം ഘട്ട ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ കാണുന്ന പോലെ 7 മണിയാകുമ്പോഴേക്കും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. സാധാരണഗതിയിൽ ബീഹാറിൽ നിന്നല്ല, അങ്ങനെ നോർത്തിൽ കാര്യമായി കാണാറില്ല. എന്താണ് ബീഹാറിലെ അവസ്ഥ? തീർച്ചയായും അത് തന്നെയാണ് ഇവിടെയുള്ള അവസ്ഥ. ഞാൻ നേരത്തെ ഫൈൻ ആർട്സ് കോളേജിലെ ബൂത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ 3 ബൂത്തുകളായിരുന്നു. ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ സഹകാർ ഭവനിലാണ്. ഈ സമയം ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 3 ബൂത്തുകളാണ് ഇവിടെയും ഉള്ളത്. അതിൽ 2 വോട്ടർമാർ വന്ന് ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകളെ ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ക്യൂവും മറ്റുമൊന്നുമില്ല. ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് കാര്യമായി എനിക്ക് പുറത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. പട്ന അടക്കമുള്ള നഗരങ്ങളിലൊക്കെ തന്നെ ഈ CRPFന്റെ അടക്കം സുരക്ഷാ സംവിധാനങ്ങൾ ബൂത്തുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കർശനമായ സുരക്ഷ, ഒരുപക്ഷെ കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള സുരക്ഷാ ബൂത്തുകളിലൊക്കെ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതാ ഇപ്പോൾ വന്ന 3 പേരുണ്ട്. അതിൽ ഇനിയിപ്പോൾ 2 പേർ അവിടെ ക്യൂവിൽ നിൽക്കുന്നത്, വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുമുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഈ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ കഴിയുന്ന മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇന്നത്തെ ജനവിധി വോട്ട് डाला? हाँ, वोट डाल दिया। अच्छा, ज़्यादा भीड़ नहीं है ना? भीड़ नहीं है। तो दिखा हुआ ना आपका हर इलेक्शन में सुबह आके जी सुबह आके जी। അങ്ങനെ കുറച്ച് പേർ എല്ലാ ഇലക്ഷനും നേരത്തെ വന്ന് വോട്ട് ചെയ്യുന്ന വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ഈ പോളിംഗ് ശതമാനമൊക്കെ നമുക്ക് വൈകിട്ടാകുമ്പോഴേക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം അത് ഒരു വലിയ സംഖ്യ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണ കുറവാണ്. പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ 2020 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതാണ്ട് 64% വോട്ടർമാർ സ്ത്രീകളായിരുന്നു. വോട്ട് ചെയ്തവരിൽ കൂടുതൽ സ്ത്രീകളായിരുന്നു എന്നതാണ് കണക്ക്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ സ്ത്രീകളെ കാണാനില്ല. ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ അവിടെ ക്യൂവിൽ നിൽക്കുന്ന 3
പേരും, ഒരാൾ ഇപ്പോൾ വോട്ട് ചെയ്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ 4 പേരാണ് ഇതുവരെ ഈ 3 ബൂത്തുകളുള്ള ഈ ഇടത്തേക്ക് വന്നിട്ടുള്ളത്. ഒന്നുകൂടി ചോദിക്കാം. हाँ डाल दिए। हाँ सबसे पहले डाले हैं और जा रहे हैं ड्यूटी के लिए जी। बहुत खुश है। सेकंड टाइम था ना जी। पहले पिछले बार हाँ लोकसभा दी है, विधानसभा फर्स्ट था। അങ്ങനെ വിധാനസഭയിലേക്ക്, നിയമസഭയിലേക്ക് ആദ്യമായി വോട്ട് ചെയ്യുന്ന ഒരാളെയാണ് കാണുന്നത്. അദ്ദേഹം വലിയ സന്തോഷത്തിൽ മടങ്ങുകയും ചെയ്യുന്നു. ഏതായാലും സജീവമായ ഒരു വോട്ടിംഗ് നടക്കുന്നുണ്ട്. 1314 സ്ഥാനാർത്ഥികളാണ് ഈ ആദ്യഘട്ടത്തിൽ 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. ഒപ്പം 3,75,00,000 വോട്ടർമാർ. ഏതായാലും ഇല്ലല്ല, അത് ചോദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളില്ല. അവരുടെ ഒരു സന്തോഷം മാത്രം ഒന്ന് പങ്കുവയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അശ്മി, എന്തായാലും ശ്രീനാഥ് ചോദിച്ചപ്പോഴേ അദ്ദേഹം 2ാം തവണ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാഥ് ഒന്ന് ഞെട്ടി. പിന്നെ പറഞ്ഞത് ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു ആദ്യം ചെയ്തത്. എന്നാലും പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് വോട്ട് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്മാരുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.